അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മനുഷ്യന്റെ വളരെ മോശപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ടതാണ് മറ്റുള്ളവരുടെ ന്യൂനതകളും കുറവുകളും കണ്ടെത്തി പൊതുസമൂഹത്തിൽ പരസ്യപ്പെടുത്തുക. ഇന്ന് കൂടുതൽ ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നവരാണ്. വളരെ എളുപ്പത്തിൽ വാർത്തകൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കും. മറ്റുള്ളവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാം ഷെയർ ചെയ്യുമ്പോൾ നാം സ്വയം ഒന്ന് വിചിന്തനം നടത്തണം. അന്യരെക്കുറിച്ച് അനാവശ്യം ഷെയർ ചെയ്യുന്നവരോട് സൂറത്തുന്നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും സത്യവിശ്വാസികളെക്കുറിച്ച് അനാവശ്യ വാർത്തകൾ പ്രചരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരാരോ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. നിങ്ങൾ അറിയുന്നില്ലേ? മറ്റുള്ളവർ അനാവശ്യം ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരെ സമൂഹമധ്യത്തിൽ കുറവാക്കുന്നതും വഷളാക്കുന്നതും ദുനിയാവിലും ആഖിറത്തിലും വലിയ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ സൂക്ഷിക്കുക. കാരണം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഗയ്യറ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമലഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തെറ്റു ചെയ്തതിൻ്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ പരിഹസിച്ചാൽ ആ തെറ്റ് അയാളും ആവർത്തിച്ചിട്ടല്ലാതെ മരിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളെ ഒരിക്കലും ഉപദ്രവിക്കരുത്, അവരെ കുറവാക്കരുത്, അവരുടെ രഹസ്യങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. തീർച്ചയായും ആരെങ്കിലും മുസ്ലിമായ സഹോദരൻ്റെ ന്യൂനതകൾ അന്വേഷിച്ച് നടന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ന്യൂനതകൾ പരസ്യപ്പെടുത്തി അവനെ അവൻ്റെ കുടുംബത്തിൽ തന്നെ വഷളാക്കും. സമൂഹ മധ്യത്തിൽ വഷളാവുന്നതിനേക്കാൾ വലിയ വഷളത്തരമാണ് തൻ്റെ കുടുംബത്തിനിടയിൽ, തൻ്റെ കൂടപ്പിറപ്പുകൾക്കിടയിൽ വഷളാവുക എന്നുള്ളത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നീചമായ പ്രവർത്തികൾ ചെയ്യുന്നവനും അത് പ്രചരിപ്പിക്കുന്നവനും കുറ്റത്തിൽ തുല്യരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാം ഷെയർ ചെയ്യുമ്പോൾ സ്വയം ഒന്ന് വിചിന്തനം നടത്തിയതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക. അല്ലാഹു നന്മ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. നന്മ തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.